ഇന്ന് നമ്മൾ സ്ഥലം വരെ പോവുകയാണ്. രാമേശ്വരം. ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഹലോ ഗൈസ്, ഇപ്പോൾ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്ന് നമ്മളൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. നമുക്കിന്നൊരു ഫാമിലി ട്രിപ്പാണ്. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോകണമെന്ന്. അങ്ങനെ ഇന്ന് നമ്മൾ രാവിലെ റെഡിയായി നമ്മൾ രാമേശ്വരത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും. പോവാം. നമ്മൾ കാറൊക്കെ പാക്ക് ചെയ്തു. ഇനി കാറിൻ്റെ അകത്ത് കയറിയിട്ട് കാണാം. കാറ് ഇതാണ്. രാവിലെ ആവാറായി ഗൈസ്. അപ്പോൾ നമ്മൾ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം 7:15 ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ നാഗർകോവിലിൽ എത്തിയിട്ടുണ്ട്. നാഗർകോവിലിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓ, എന്ത് രസമാണല്ലേ കാണാൻ. മലയും വയലും. നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവിടെയാണെങ്കിൽ ഒരു വീടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്നേ അറിഞ്ഞൂടാ. കാണാൻ പറ്റണമെങ്കിൽ ലൈക്ക് ചെയ്യുക. നോക്ക് ഗായ്സ്, എവിടെ നോക്കിയാലും മലകൾ തന്നെ. ഒരു വലിയ കാറ്റാടി ഉണ്ട് ഗായ്സ്. ഫാൻ. എവിടെ പോണ്? രാമേശ്വരത്തിന് പോണ്. ഒരാളെവിടെ? ബാക്കില് ഇവിടെ നോക്ക് ഗൈസ്. നമ്മളിപ്പോ നാഗർകോവിൽ കഴിഞ്ഞിട്ടുണ്ട്. ആരൽവായി മൊഴി ആവാൻ തുടങ്ങി. കുറെ കാറ്റാടികളൊക്കെ കാണാം. കൊറേയൊക്കെ കറങ്ങുന്നുണ്ട്, ഒന്നും കറങ്ങുന്നില്ല. ഗൈസ്, നമ്മളിപ്പോ നാഗർകോവിൽ കഴിഞ്ഞ ആരൽവായി മൊഴി എത്താറായി. ഇവിടെയൊക്കെ കണ്ട ഇഷ്ടം പോലെ കാറ്റാടി ഉണ്ട്. എന്ത് രസമാണല്ലേ കാണാൻ. ഭയങ്കര രസമാണ്. ഇവിടെ കൂടെ യാത്ര ചെയ്യാൻ തന്നെ ഒരു രസമാണ്. തിരുനെൽവേലി, നാഗർകോവിൽ. തിരുനെൽവേലിക്ക് നമുക്ക് തിരുനെൽവേലി പോയിട്ടാണ് പോവേണ്ടത്. അപ്പോൾ തിരുനെൽവേലി നേരെയാണ് പോവേണ്ടത്. ഗൈസ്, ഇവിടെ ഒരു വലിയൊരു പള്ളി കാണുന്നുണ്ട്. പള്ളിയാണെന്ന് തോന്നുന്നു. സൈഡില് ഒരു വലിയൊരു പള്ളി കാണാം നമുക്ക്. ഗൈസ്, ഒരു കാര്യം കാണിച്ചു തരാം. അത് കണ്ടോ, ഒരു ദേവീര്, ഒരു എന്തോന്നത്, ഒരു അമ്പലം. അതൊരു അമ്പലമായിരുന്നു. നല്ല രസമുണ്ട്. അത് കണ്ടപ്പോൾ വിചാരിച്ചു എന്താ ഒരു
രൂപം ചെയ്ത് വെച്ചിരിക്കുകയാണ്, പക്ഷെ അതൊരു അമ്പലമായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ എവിടെ നാഗർകോയിൽ ആരൽവായി വഴിയൊക്കെ കഴിഞ്ഞ് തിരുനെൽവേലിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 8 മണിയായി. ഇതുവരെ കാപ്പി കുടിച്ചില്ല. ഇനി അടുത്ത ഏതെങ്കിലും ഒരു ഹോട്ടൽ നോക്കി നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പം തന്നെ ഇവിടെ വിശന്ന് വയ്യാന്ന് പറഞ്ഞ് വിളിച്ചു തുടങ്ങി. നമ്മളെ ഈ യാത്രയിലെ 2ാമത്തെ ടോളാണ് നമ്മൾ ഈ കിടക്കുന്നത്. ഇത് എത്ര രൂപ? 110 രൂപയാണ് അവർ കാണിച്ചത്. കാറിന് 110 രൂപ. ഇങ്ങനെ നമ്മൾ 2ാമത്തെ ടോള് കിടക്കുകയാണ്. സക്സസ്. അങ്ങനെ നമ്മൾ 2ാമത്തെ ടോളും കടന്നിരിക്കുന്നു. ഇപ്പം ഫാസ്റ്റാഗ് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് എളുപ്പമാണ് ബില്ലടയ്ക്കാൻ. വെളിയിൽ കാണിക്കാൻ ഒന്നും ഇല്ലടാ അവിടെ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. മണി 8:30 ആവാറായി. ദോശയാണ് പറഞ്ഞത്. ഗൈസ്, നമ്മളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇലയൊക്കെ ഇട്ട് ദോശയാണ് ഓർഡർ ചെയ്തത്. ദോശയും പൂരിയും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ നല്ല വ്യൂ ആണ്. കണ്ടാൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് റോഡിൽ വണ്ടി പോകുന്നതൊക്കെ കാണാൻ പറ്റും. വിശക്കുന്ന മോനെ? നല്ല വിശക്കുന്ന? ഒരാളിന് മസാല ദോശ, ഒരാളിന് പൂരി, നമുക്ക് 2 പേർക്കും നെയ് ദോശ. ഗൈസ്, നമുക്ക് ദോശ വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടെ കൊണ്ട് വെച്ചുകൂടായിരുന്നു. കറിയില്ല വരുന്നത്. കറിയില്ല വരുന്നത്. ദോശ കൊണ്ടുവരാൻ പറഞ്ഞ അയാൾ കൊണ്ടുവന്ന് ഇട്ടിട്ടു പോയി ദോശ. നമ്മളൊരു സാമ്പാർ വേട്ട ഓർഡർ ചെയ്ത്. സാമ്പാർ വട എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തോന്നില്ല. സാമ്പാർ ചൂടുണ്ടോ? കൊള്ളാമോ? കുഴപ്പമില്ല. സാമ്പാർ വട. മസാല ദോശ എങ്ങനെയുണ്ട്? നെയ്യ് ഒഴിച്ചിട്ട് ദോശ കേട്ടോ. ഇതുപോലെ നെയ്യ് ദോശ. പൂരി എങ്ങനെയുണ്ട് മക്കളെ?
ഗൈസ് നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, അവിടെ ഒരു ആടിന്റെ രൂപം ശില്പം. ആ ബിൽഡിങ്ങിന്റെ ഏകദേശം അത്രയും പൊക്കമുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇതെങ്ങനെ സൂം ചെയ്യും? ഇല്ല, സൂം ചെയ്യാൻ പറ്റില്ല. കണ്ടോ, ആ 2 നില ബിൽഡിങ്ങിന്റെ ഏകദേശം അത്രയും പൊക്കമുണ്ട് ആ ഒരു സ്റ്റാച്യുവിന്റെ ഹൈറ്റ്. ആടാണ് ശില്പം. ശില്പം റോഡ് കണ്ട, നമ്മ ചില സിനിമയില് പാട്ടിലൊക്കെ ഈ ഒരു സീന് നമുക്ക് കാണാറുണ്ട്. ഈ റോഡ് ഇവിടെ വെച്ചിട്ടുള്ള അതാണ് ഇവിടെ. നല്ല രസമുണ്ട്. 2 സൈഡും ഇങ്ങനെ പൊങ്ങിയ മലകള്, അതിന്റെ ഇടയ്ക്ക് റോഡിന് മലയിനെ തുറന്നാണ് റോഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ തിരുനെൽവേലിയിലാണ്. ഇനി നമ്മൾ മെയിൻ റോഡിലാണുള്ളത്. ഇനി ഒരു ബൈ റോഡ് കയറി വേണം പോവാൻ. ഇവിടെ എവിടെ നിന്നാണ് നമുക്ക് തിരിയേണ്ടത്. ഇവിടെ തിരിഞ്ഞ് കയറിയിരിക്കുകയാണ്. അവിടെ സീവൽപേരി, കയത്തുവാറ്, മണിയാച്ചി, അതൊക്കെ അങ്ങോട്ടാണ്. നമുക്ക് അവിടെ ഒന്നും നമുക്ക് അങ്ങോട്ടൊന്നും പോണ്ട. നമുക്ക് തിരുച്ചെന്തൂരാണ് പോകുന്നത്. തിരുച്ചെന്തൂരല്ല നമ്മൾ പോണ സ്ഥലം എന്തോന്ന്? രാമേശ്വരം. അവിടെ ഒരു കഴുതയുണ്ട്, പിന്നെ ഇവിടെ ഒരു കഴുതയുണ്ട്. ഇവിടെ ഒരു അമ്മ കഴുതയുണ്ട്. നമ്മൾ ചെറിയ റോഡിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. കയറിയപ്പോ കൊറേ പശുക്കള്, ആടുകള്, കാടകള് എല്ലാം അങ്ങ് കാള എല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. അതുപോലെ ഇവിടെ ഒരു കാളയാണെങ്കിൽ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. പറ്റിയ നമുക്കൊരു ആട്ടിൻകുട്ടിയെ പിടിച്ച് കാറിന് ഡിക്കി കയറ്റണം. എന്നാ ഇവിടുത്തെ പോലീസ് വിടൂല. എത്ര മാസം ജയിലിൽ കിടക്കണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇത് കണ്ട ഗൈസ്, ഇത് കണ്ടാൽ നമ്മൾ തമിഴ്നാടാണെന്നേ പറയില്ല. നല്ല അടിപൊളി, ശരിക്കും കേരളമാണെന്നേ പറയുള്ളൂ. തമിഴ്നാട്ടിനകത്തുള്ള ഗ്രാമമാണ്. നല്ല വയൽപ്പാടങ്ങളും നെൽപ്പാടങ്ങളും. എവിടെ നോക്കിയാലും വയൽപ്പാടങ്ങളാണ്. വന്നിരിക്കുന്നു ഗൈസ്. അതാ ഇടിഞ്ഞു കിടക്കുന്നേണ്ട പഴയ പോലെ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ എന്തോ വലുതായിട്ട് സംഭവിച്ചിട്ടുണ്ട്. മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. പുതുതായിട്ട് പണിത പാലമാണ്. അതും ഏകദേശം സൈഡൊക്കെ ഇടിഞ്ഞു പൊളി. ഇത് പുതിയതാണ്. പുതിയതും ഇങ്ങനെ കിടക്കുന്നത്. ഗൈസ് ഇത് കണ്ട, ഇവിടെയൊക്കെ ആടുകൾ ഇങ്ങനെ നടക്കുകയാണ്. ചെറിയ മാർക്കറ്റ് പോലെയാണ്. ചെറിയൊരു ഗ്രാമം. അമ്പലത്തിലെ അവശിഷ്ടം അല്ല, മറ്റേ ഇതില്ലേ രഥം. അത് മരത്തിലുള്ളതാണ്, തടിയിലുള്ളതാണ്. രഥം എന്ന് പറയുന്നത് തടിയിലുള്ളതന്നെ, ചെത്ത് പൊടിഞ്ഞു പോയി. ചെറിയൊരു ഗ്രാമം അല്ലേ? എന്നാലും വലിയ വീടുണ്ട് ഗ്രാമത്തില്. അതേതോ പണക്കാരന്റെ വീട്. ഇവിടെയും കാറ്റാടിയൊക്കെ കാണാം. അവിടെ എവിടെയായിട്ട് ഓരോ നിരിപ്പുണ്ട്, പക്ഷെ കറങ്ങുന്നില്ല, കാറ്റില്ല. ഇവിടെ ഇത് ആട് മാത്രമേ കാണാനുള്ളൂ. അയ്യോ, വളരെ മനോഹരമായ തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. ശരിക്കും ചില സ്ഥലങ്ങൾ കണ്ട ഇത് തമിഴ്നാടാണെന്നേ തോന്നൂല. ചില ഗ്രാമങ്ങളൊക്കെ നല്ല രസമുണ്ട്. കൃഷി സ്ഥലങ്ങളും അതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇതൊക്കെ ചെറിയ ഗ്രാമത്തിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കീഴപ്പൂവാനി. ഇവിടുത്തെ തൊഴിലുറപ്പ് സ്ത്രീകളാണെന്ന് തോന്നുന്നു. പണിയെടുക്കാതെ വെറുതെ ഇരിക്കുകയാണ്. ഗൈസ് ഇത് കണ്ട
ഇവിടെ പിടയും കിടക്കുന്ന കണ്ടാ നോക്ക് അടി അടി ചെരുപ്പിടും അത് പെണ്ണിനെ മര്യാദ മര്യാദ ഗൈസ് വണ്ടിയിലിരുന്ന് ക്ഷീണിച്ചപ്പോ നമ്മള് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങി. അപ്പൊ ഛർദിക്കാൻ തുടങ്ങി. ഛർദിച്ചില്ല, ഛർദിക്കാൻ വന്നു. അപ്പൊ അച്ഛനാണ് ഇവിടെ നിർത്തി. ഇവിടെ ആണെങ്കിൽ വലിയ വ്യൂ ആണ്, കാറ്റാടിയൊക്കെ ഉണ്ട്. ഇത് അവിടുത്തെ ഒരു ചെറിയ കാറ്റാടി പോലെ കാണുന്നുണ്ട്. ഇവിടെ ബട്ടർഫ്ലൈ എല്ലാം പറക്കുന്നുണ്ട്. ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? നിങ്ങൾക്കത് കാണാം. അവിടെ ഒരു കൂടുണ്ട് ഗായ്സ്. ഇവിടെ ഒരു കൂട് കണ്ട്, അതാണോ വലിയ അറിഞ്ഞുകൂടാ. വേറെന്തോ പക്ഷി പറഞ്ഞു പോയതുപോലെ എന്തോ ഒരു ശബ്ദം. ഇവിടുത്തെ നോക്ക്, കാക്ക ഇവിടുത്തെ. അതല്ലടാ, എന്തോ ഒരു പക്ഷിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവില്ല. അങ്ങോട്ട് പോണ്ടടാ, കുലുക്കി നോക്കാം നീ പുളി മരത്തിനെ. അങ്ങോട്ട് പോണ്ട. ഇടേ നല്ല രസമുണ്ട്. നമുക്ക് ഇവിടെ നല്ലൊരു ഫോട്ടോ എടുക്കാം. ഗൈസ്, ഒരു കാള വണ്ടി വരുന്നത് കണ്ടാ? അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി? സുബ്രഹ്മണ്യപുരം. അതൊക്കെ കഴിഞ്ഞ് കുറേ എത്താറായി. ശരിക്കും നമുക്കിനി 132 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. 2.25 മണിക്കൂറാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും യാത്ര ചെയ്യാറുണ്ട്. ഏത് പാലം? പാലം ഏതൊരു പാലം